ഹായ് വണ്ടർഫുൾ പാരൻസ്, ഞാൻ ഡോക്ടർ ശ്രുതി, പീഡിയാട്രീഷ്യനാണ്. ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം ഒത്തിരി പാരൻസ് എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ വിരൽ കുടിക്കുന്നു അഥവാ തം സക്ക് ചെയ്യുന്നു, ഇതെന്തെങ്കിലും കുഴപ്പമുള്ളതാണോ, ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യുന്നത് മൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് വരിക, അങ്ങനെയൊക്കെ. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഒരു നോർമൽ റിഫ്ലെക്സ് ആണ്. അവർക്കിതൊരു സ്വന്തമായിട്ട് സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു തരം ബിഹേവിയർ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് സൂത്തിങ് ബിഹേവിയർ ആണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ആദ്യത്തെ ഒരു വയസ്സിനുള്ളിലും പിന്നെ ആദ്യത്തെ 1, 2, 3 വയസ്സ് വരെയൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നമാകുന്നത് എപ്പോഴാണ്? ഒരു 4 വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾ ഈ വിരൽ കുടിക്കുന്ന ബിഹേവിയർ കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ, കാരണം അവരുടെ മിൽക്ക് ടീത്ത് മാറി പിന്നെ പെർമനന്റ് ടീത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഡെന്റൽ ഡീഫോമിറ്റീസ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ചില കുഞ്ഞുങ്ങൾ എപ്പോഴും വിരൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വഴി ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നെയിൽ ഇൻഫെക്ഷൻസ് വരാം, സ്കിൻ ഇൻഫെക്ഷൻസ് വരാം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പോയിപ്പെടാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും, ഇത് നോർമൽ ബിഹേവിയർ മാത്രമേ കാണാറുള്ളൂ, അല്ലെങ്കിൽ നോർമൽ റിഫ്ലെക്സ് ആയിട്ട് മാത്രമേ കാണാറുള്ളൂ എന്ന്. അല്ലാത്ത ചില സിറ്റുവേഷൻസിൽ ചില സൈക്കോളജിക്കൽ റീസൺസും ഒരു ഹാബിറ്റ് ഒക്കെ ആയിട്ട് ഇത് ചില കുട്ടികളിൽ മാറാറുണ്ട്. യൂഷ്വലി ഇത് കാണപ്പെടുന്നത് കുട്ടികളിലെ ഏകാന്തത, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന അച്ഛനും അമ്മയും തമ്മിലുള്ള അടിയോ, അല്ലെങ്കിൽ ഒരു ഇളയ കുഞ്ഞ് വീട്ടിൽ ജനിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിന് അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ കുഞ്ഞിനെ പാരന്റ്സിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ബിഹേവിയറിലൊക്കെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഇതും ഒരു കാരണമാണ്. എന്നാൽ കൂടുതലും ഇത് നോർമൽ റിഫ്ലെക്സ് ആയിട്ടാണ് കാണുക. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഇനി നമുക്ക് ഈ 4 വയസ്സിന് ശേഷം ഇത് കടന്നു പോയി കഴിഞ്ഞാൽ, ഈ ബിഹേവിയർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആദ്യം തന്നെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഞാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയേണ്ടത്. എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിനെ വഴക്ക് പറയുകയോ അവരെ പണിഷ് ചെയ്യുകയോ ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ഇത് കുഞ്ഞിനെ കൂടുതൽ അഗ്രസീവ് ആക്കുകയും ഭാവിയിൽ അവർക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഈ ബിഹേവിയർ എപ്പോഴൊക്കെയാണ് കാണുന്നത്, ഏതൊക്കെ സമയങ്ങളിലാണ്, ഒരു ദിവസം എത്ര നേരമുണ്ട്, അങ്ങനെ കണക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കൈ എപ്പോഴും ആക്റ്റീവായിട്ട് വയ്ക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികളിൽ അവരെ ഏർപ്പെടുത്തുക. അപ്പോൾ ഇത് അവർ ചെയ്യാതിരിക്കുക ചെയ്യുക അല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങളെ ഡ്രോയിങ്ങോ പെയിന്റിങ്ങോ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റിലോ ഒക്കെ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ അവരത് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുക. അപ്പൊ അതുവഴി കുഞ്ഞുങ്ങളുടെ ഹാൻഡ്സ് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുകയും വിരൽ കുടിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി അവരെ നമ്മൾ എപ്പോഴും പ്രൈസ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത് ചെയ്തില്ലല്ലോ, നന്നായിട്ടുണ്ട്, അങ്ങനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞു റിവാർഡ്സ് ഒക്കെ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ചിലപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെ ഉറപ്പായിട്ടും കാണിക്കുക. പീഡിയാട്രീഷ്യൻ ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈകളിലും വിരലുകളിലും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു തരം ബിറ്റർ ടേസ്റ്റ് ഉള്ള ഒരു സൊല്യൂഷൻ തന്നിരിക്കാം. ഇതെല്ലാം മാർഗങ്ങളും ചെയ്യുന്ന ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റം കണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പം hope this video was useful for you. For more such videos, please do like, share and follow.